മാം സ്റ്റാർട്ട് ചെയ്തോളൂ. ശരി ശരി. എന്നെ കാണാലോ കേൾക്കാലോ എല്ലാം ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ്, കാണാം കേൾക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ എവരിവൺ, എല്ലാവർക്കും നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും ആശംസിക്കുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജോളി, സ്ഥലം ഒറ്റപ്പാലമാണ്. ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് സർവൻ്റ് ആണ്. ഞാൻ ഈ വിംബിളിന്റെ മോർണിംഗ് സർക്കിളിൽ ആദ്യമായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. വിംബിൾ അക്കാഡമി നടത്തിയിരുന്ന മറ്റേ പ്രൊഫഷണൽ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ 19ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അപ്പോ ഇന്ന് ഈ പ്രഭാതത്തില് എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങൾ എല്ലാവരോടും, പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന വിംബിൾ അക്കാഡമിയോടും ഫൈസൽ സാറിനോടും സജന മാമിനോടും എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദി സന്തോഷങ്ങളും ഒക്കെ അറിയിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇമോഷൻസ്, ദ കളേഴ്സ് ഓഫ് അവർ ലൈഫ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ONV കുറുപ്പ് സാറിന്റെ ഒരു ഗാനം കേട്ടിട്ടില്ലേ? സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലാതിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. അതായത് സ്വപ്നങ്ങളില്ലാത്ത ലോകം നിശ്ചലവും ശൂന്യവുമാണ് അല്ലെ? അതുപോലെ തന്നെയാണ് ഈ വികാരങ്ങൾ എന്ന് പറയുന്നത്. വികാരങ്ങൾ ഇല്ലാത്ത ലോകത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ ഇരിക്കും അല്ലെ? അപ്പോ ഈ വികാരങ്ങളാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും നിറവും നൽകുന്നത്. എന്താണ് ഈ വികാരങ്ങൾ? അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നലെ നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ അവസാനത്തെ ചിന്ത അതെന്തായിരുന്നു? സന്തോഷമായിരുന്നോ? ആശങ്കയായിരുന്നോ? സ്നേഹമായിരുന്നോ? അതോ നാളത്തെ കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നോ? എന്തായിരുന്നു? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. പ്രതീക്ഷ. ഓക്കെ. അപ്പൊ ഈ പ്രതീക്ഷ എന്നുള്ള ഒരു ചിന്തയ്ക്കകത്ത് ഒരു വികാരം ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഈ വികാരങ്ങൾ? വികാരങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ റിയാക്ഷൻസ് ആണോ അതോ ബ്രെയിനിലെ രാസപ്രവർത്തനങ്ങളാണോ? സത്യം പറഞ്ഞാൽ ഇത് രണ്ടും ചേർന്നതാണ് ഈ വികാരങ്ങൾ എന്ന് പറയുന്നത്. ന്യൂറോ സയൻസിന്റെ ഗവേഷണ പ്രകാരം ഈ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാലയിലും ലിംബിക് സിസ്റ്റത്തിലും ഒക്കെ നടക്കുന്ന സങ്കീർണങ്ങളായ രാസപ്രവർത്തനങ്ങളാണ് ഈ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരങ്ങൾ എന്ന് പറയുന്നത്. ഈ വികാരങ്ങൾ എന്ന വാക്ക് ലാറ്റിൻ പദമായ ഇമോവറെ എന്ന ഒരു വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം ടു മൂവ് എന്നാണ്. അപ്പൊ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് ഇന്റേണൽ റെസ്പോൺസസ് ആണ്, ഗൈഡിങ് അവർ ബിഹേവിയേഴ്സ് ആൻഡ് ഡിസിഷൻസ്. അപ്പൊ ഈ വികാരങ്ങളെ പറ്റി പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു ന്യൂസാണ്, പണ്ട് പേപ്പറിൽ വന്ന ഒരു ന്യൂസാണ്. അതായത് ഒരു അമ്മയുടെ സ്നേഹത്തെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് അമ്മയുടെ മകൻ എന്ന് വെച്ചാൽ ഫുൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിപ്പോയി. അമ്മയും മകനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവന് ഡ്രഗ് മേടിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോ ഇവൻ അമ്മയുടെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കി, അമ്മയെ അടിച്ചു. അവസാനം കൈയും കാലും ഒക്കെ ഒടിഞ്ഞു. എന്നിട്ട് ഇവന് അയൽക്കാർ ഓടിക്കൂടിയപ്പോ ഇവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അയൽക്കാരാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അമ്മേനെ ഹോസ്പിറ്റലിൽ എത്തിച്ച അമ്മ ഒരുമാതിരി നോർമൽ സ്റ്റേജ് എത്തിയപ്പോ ആ ഹോസ്പിറ്റലിലാക്കിയ ആള് വന്ന് പറയും, നമുക്ക് ഈ ഇത്ര തെമ്മാടിയായ മകനെതിരെ ഒരു കേസ് കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ ആ അമ്മ പറയാണ്, അയ്യോ വേണ്ട വേണ്ട, അവൻ എന്റെ മകനാണ്, അവനെതിരെ എനിക്ക് ഒരു പരാതിയും ഇല്ല. അപ്പൊ അത്രയും ടോർച്ചർ ചെയ്തിട്ട് പോലും ആ അമ്മയ്ക്ക് മകനോടുള്ള വികാരം അല്ലെ, സ്നേഹം, അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അതുപോലെ തന്നെ പണ്ട് ഞാൻ ഒരു സൺഡേ സപ്ലിമെന്റിൽ വന്ന ഒരു ന്യൂസാണ് കേട്ടോ. ഒരു ഡോക്ടർ എഴുതിയിരുന്നതാണ്. ഒരു കുട്ടി, ചെറിയ കുട്ടി, 5 വയസ്സെങ്ങാണ്ടുള്ള ഒരു കുട്ടി. ആ കൊച്ചിന് ഹാർട്ടിന് ഭയങ്കര പ്രോബ്ലം ആണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. അപ്പൊ ആ ഓപ്പറേഷൻ നടത്താൻ പാരന്റ്സ് പറയും, അതായത് ജീവിക്കാൻ വളരെ സാധ്യത കുറവാ. അപ്പൊ പാരന്റ്സ് പറയും ലാസ്റ്റ് കൈയായിട്ട് ഈ ഓപ്പറേഷനും കൂടെ ചെയ്തോളൂ എന്ന് പറയാണ്. അപ്പൊ ഇങ്ങനെ ഈ കുട്ടീനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ഡോക്ടറോട് ഈ കുട്ടി പറയാണ്, അങ്കിൾ എന്നോട് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. അപ്പൊ അങ്കിൾ എൻ്റെ ഹൃദയം തുറന്നു നോക്കൂലേ, അപ്പൊ അവിടെ ദൈവത്തെ കാണുവോ ഇല്ലയോ എന്ന് എന്നോട് പറയണം എന്ന്.
ഈ ഓപ്പറേഷൻ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. ഡോക്ടർ ഈ ഹാർട്ട് തുറന്നപ്പോ ഈ കുഞ്ഞിന്റെ വാക്കുകളാ ഓർത്തത്. ബ്ലഡ് ആണെങ്കിൽ നിൽക്കണേ ഇല്ല. ഡോക്ടർ ഒരു നിമിഷം ദൈവത്തെ വിളിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. അത്ഭുതം പോലെ ആ ബ്ലഡ് നിന്നു, ആ ഓപ്പറേഷൻ സക്സസ് ആയി. അപ്പൊ അവിടെ ആ ഡോക്ടറുടെ ഒരു വികാരം അല്ലെ, ഇതൊക്കെയാണ് ഈ വികാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ വെറും ബയോളജിക്കൽ പ്രോസസ് അല്ല, അനുഭവങ്ങളുടെ നിറവും രുചിയും ചേർന്ന ജീവിതത്തിന്റെ എസൻസ് ആണല്ലേ ഈ. അപ്പൊ ഈ വികാരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ അടിസ്ഥാന വികാരങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? ഈ സൈക്കോളജിസ്റ്റ് ആയ പോൾ എക്മാന്റെ ഗവേഷണ പ്രകാരം മനുഷ്യർക്ക് 6 അടിസ്ഥാന വികാരങ്ങളാണുള്ളത്. എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ സന്തോഷം, ദുഃഖം, കോപം, ഭയം, വെറുപ്പ്, ആശ്ചര്യം, ഇതൊക്കെയാണ് ഈ അടിസ്ഥാന വികാരങ്ങൾ. അതെ, ലവ്. അപ്പോ ഈ അടിസ്ഥാന വികാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൈമറി കളേഴ്സ് പോലെയാണ്. പ്രൈമറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ചുവപ്പ്, മഞ്ഞ, നീല അല്ലെ. ഈ പ്രൈമറി കളേഴ്സ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡറി കളേഴ്സ് കിട്ടില്ലേ? പിന്നെ അതിൽ നിന്നും സെക്കൻഡറി കളേഴ്സ് ടെർഷറി കളേഴ്സ് ആക്കാം. അങ്ങനെ ഒരുപാട് ടോണുകളും ഒരുപാട് നിറങ്ങളും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും ഈ പ്രൈമറി കളേഴ്സ് നിന്ന്. അതുപോലെ തന്നെയാണ് ഈ പ്രൈമറി വികാരങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പ്രൈമറി വികാരം എടുക്കാം, സന്തോഷം. സന്തോഷം എന്ന് പറയുമ്പോൾ അതിന് പല വിധത്തിലായ സന്തോഷങ്ങളുണ്ട്. ഇപ്പൊ ഒരു കുഞ്ഞ് അമ്മയെ നോക്കി ചിരിക്കുമ്പോൾ അമ്മയുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഒരു കാമുകി അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകിയെ സ്നേഹത്തോടെ ഒന്ന് തലോടുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ? പിന്നെ ഈ എഡ്മണ്ട് ഹിലാരി എവറസ്റ്റ് കീഴടക്കിയ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായില്ലേ? ഈ സന്തോഷങ്ങളെല്ലാം വ്യത്യസ്തങ്ങളാണല്ലേ. സന്തോഷത്തിന്റെ വിവിധ തരം ഭാവങ്ങളാണ് ഇതെല്ലാം. അതുപോലെ കോപം എന്നുള്ള ഒരു വികാരം എടുത്തു നോക്കാം നമുക്ക്. കോപം എന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഒരു നെഗറ്റീവ് വികാരമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ ഈ കോപത്തിനും ഒരു പോസിറ്റീവ് വശമുണ്ട്. എന്താണെന്ന് അറിയോ? അത് നീതിയുടെ വികാരമാണ്. ഇപ്പൊ അത് സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരുന്ന വികാരമാണ്. ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ അയിത്തവും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് ആ സമയത്ത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ഉപ്പ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്തൊരു അനീതിയായിരുന്നല്ലേ. അപ്പൊ ആ അനീതിക്കെതിരെ ഉള്ള ജനങ്ങളുടെ രോഷം, അതാണ് ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ വഴിയൊരുക്കിയതും ഈ സമൂഹത്തിലെ ആ അനീതി തുടച്ചു മാറ്റപ്പെടുകയും പിന്നെ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് ആ കോപം എന്ന അടിസ്ഥാന വികാരം ആണ് അതിന് പ്രചോദനമായത്. അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബ്രിട്ടീഷുകാർക്കെതിരെ ഉള്ള നമ്മുടെ കോപമാണല്ലോ പ്രക്ഷോഭങ്ങളായിട്ട് തിരിഞ്ഞ് പിന്നെ അത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിച്ചത് അല്ലെ. അതുപോലെ പിന്നെ ഒരു വികാരം നോക്കാം, ഭയം. ഭയം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയൂ അവനൊരു പേടിത്തൊണ്ടനാണ് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടാണ് നമ്മൾ അതിനെ റിമാർക്ക് ചെയ്യുന്നത്. പക്ഷെ അതിനും ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നതായിരിക്കും അല്ലെ, അറിയാമോ? ഭയം എന്നുള്ള വികാരത്തിന്റെ പോസിറ്റീവ് സൈഡാണ് നമ്മളെ അലർട്ടാക്കും എന്നുള്ളത്. പണ്ട് കാലത്ത് ഈ മനുഷ്യന്മാര് കാട്ടിൽ ജീവിച്ചിരുന്നപ്പോ ഈ വന്യമൃഗങ്ങളിൽ നിന്നും ഇഴജന്തുക്കളിൽ നിന്നും ഒക്കെ രക്ഷ നേടിയിരുന്നത് ഈ ഭയം എന്നുള്ള വികാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ അവര് അലർട്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ ഒന്ന് കാട്ടിൽ കൂടെ നടക്കുവാണെന്ന് വെച്ചോ, സൈലന്റ് ആയ ഒരു കാട്ടിൽ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ആ കരിയിലേക്ക് വന്ന് അനങ്ങുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അലർട്ടാവും. ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് ഒക്കെ ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഈ പാമ്പാണോ പട്ടിയാണോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളാണോ എന്നൊക്കെ ഉള്ള ഒരു അലേർട്ട്നെസ് നമുക്ക് ഉണ്ടാവില്ലേ. അപ്പൊ ആ അലേർട്ട്നെസ് നമ്മളെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു വികാരമാണല്ലേ. അപ്പൊ ഭയത്തിനും പോസിറ്റീവ് സൈഡ് ഉണ്ട്. പിന്നെ വേറൊരു വികാരമാണ് ദുഃഖം. ദുഃഖവും എല്ലാവരും പറയുന്നത് നെഗറ്റീവ് ആണെന്ന്. ദുഃഖത്തിന് ശരിയാണ്, ദുഃഖം നെഗറ്റീവാണ്. കാരണം ദുഃഖം വന്ന് ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വല്ലാതെ ഡിപ്രഷനിലായി പോവും, നമ്മുടെ എല്ലാ കഴിവുകളും നശിച്ചു പോകും. പക്ഷെ ഈ ദുഃഖത്തിന് ഒരു പോസിറ്റീവ് വശമുണ്ട്. എന്താണെന്നറിയോ? റെസിലിയൻസ് ഉണ്ടാക്കും നമ്മളില്. ഇപ്പൊ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയി. പക്ഷെ ആ മനുഷ്യരൊന്നും ദുഃഖിച്ചങ്ങനെ തന്നെ ഇരിക്കുകയല്ലല്ലോ. അതിൽ നിന്ന് അവര് ഉയർത്തെഴുന്നേറ്റില്ലേ? ആ പ്രതിസന്ധി ഘട്ടങ്ങളെ അവര് തരണം ചെയ്തില്ലേ? അപ്പൊ ദുഃഖത്തിനും പോസിറ്റീവ് വശമുണ്ട്. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ശാലിനി ടീച്ചർ ഉണ്ട് കേട്ടോ. ആ ടീച്ചറുടെ ഹസ്ബൻഡ്
പെട്ടെന്ന് മരിച്ചുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പുള്ളിക്കാരിക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റിയില്ലായിരുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചാല് പുള്ളിക്കാരനാണ് ആ വീട്ടിലെ സകല കാര്യങ്ങളും നടത്തിയിരുന്നത്. ശാലിനി ടീച്ചർക്ക് ഒരു മകനുണ്ട്, മുതിർന്ന മകനാണ്, CP ആണ്. ആ കുട്ടിയെ കുളിപ്പിച്ചിരുന്നതും ഡ്രസ്സ് ചെയ്യിച്ചിരുന്നതും മരുന്ന് കൊടുത്തിരുന്നതും അതുകൂടാതെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും ഈ ഹസ്ബൻഡാണ്. ടീച്ചർ ജോലിക്ക് പോയി വരും. ടീച്ചർക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ടീച്ചർ ഇതൊന്നും അന്വേഷിച്ചിരുന്നേ ഇല്ല. പെട്ടെന്ന് പുള്ളിക്കാരി അങ്കലാപ്പിലായിപ്പോയി. ഒരു ദിവസം ലോകം മുഴുവൻ ഇരുണ്ടുപോയതുപോലെ തോന്നി പുള്ളിക്കാരിയുടെ മുമ്പില്. പക്ഷെ എന്ത് ചെയ്യും? ആ മരിച്ചു കിടക്കുമ്പോ പോലും ഈ കുട്ടിക്ക് മരുന്ന് കൊടുക്കണം സമയത്തിന്. അപ്പൊ ആ ദുഃഖിച്ചവിടെ ഇരുന്നാൽ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മള് ആ പ്രതിസന്ധി ഘട്ടത്തില് നമ്മൾ ഉയർത്തെഴുന്നേറ്റേ മതിയാവുള്ളൂ. അങ്ങനെ ടീച്ചറ് ബ്രസീലിയൻസ് പഠിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. ഇപ്പൊ ടീച്ചർ നല്ല സ്മാർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. ദുഃഖം എന്നുള്ള വികാരമാണ് ടീച്ചറിൽ ഈ കഴിവുകളൊക്കെ വളർത്തിയെടുക്കാൻ സഹായിച്ചത്. അപ്പൊ ദുഃഖത്തിനും പോസിറ്റീവ് സൈഡ് ഉണ്ട്. ഇനി നമുക്ക് ഈ വികാരങ്ങളുടെ ശക്തി ഏതൊക്കെ മേഖലകളിലാണെന്ന് നോക്കാം. ഈ വികാരങ്ങൾക്ക് ഡിസിഷൻ മേക്കിങ്ങില് നല്ല പങ്കുണ്ട്. അതായത് ഒരു ന്യൂറോ സയന്റിസ്റ്റ് ആയ അന്റോണിയോ ഡമാസിയോ എന്ന ഒരു സയന്റിസ്റ്റ് ഒരു ഗവേഷണങ്ങൾ നടത്തി. ഈ ബ്രെയിൻ ഇഞ്ചുറി ബാധിച്ച് ഇമോഷൻ ഏരിയാസിന് കേടുപാടുകൾ വന്ന രോഗികളിലായിരുന്നു ആ ഗവേഷണം. അപ്പൊ ആ ഗവേഷണത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പേഷ്യൻസില് ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും ഉള്ള കഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് തെളിയുന്നത് എന്താണ്? ഇമോഷൻസിന് ഡിസിഷൻ എടുക്കുന്നതിൽ നിർണായകമായ പങ്ക് ഉണ്ടെന്നാണ് അത് തെളിയിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏരിയ ബന്ധങ്ങളില്. നമ്മുടെ ബന്ധങ്ങളിൽ ഇമോഷൻസിന് ഒരുപാട് പങ്കുണ്ട്. ബന്ധങ്ങളുടെ ഊഷ്മളത എന്ന് പറയുന്നത് തന്നെ ആ വികാരങ്ങളാണ്. ഇപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന വികാരം കുടുംബ ബന്ധങ്ങളില് അല്ലെങ്കിൽ പ്രണയത്തില് ഫ്രണ്ട്ഷിപ്പില് ഇതൊക്കെ ഒത്തിരി പങ്ക് വഹിക്കുന്ന ഒരു വികാരമാണല്ലേ സ്നേഹം. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ നിന്ന് കുമാരനാശാൻ പാടിയിട്ടില്ലേ? അതുപോലെ സ്നേഹം എത്ര ഉദാത്തമാണ്. മതങ്ങളുടെയൊക്കെ അടിസ്ഥാന സ്നേഹമല്ലേ? ക്രിസ്തുവിന്റെ ക്രൂശിലെ സ്നേഹം. അതുപോലെ എല്ലാ മതങ്ങളും പറയുന്നത് ദൈവം സ്നേഹമാണെന്നാണല്ലേ? അതുപോലെ എനിക്ക് ഈ സ്നേഹത്തെ പറ്റി, കുടുംബ ബന്ധങ്ങളിൽ ഈ സ്നേഹത്തിന്റെ പ്രാധാന്യം പറഞ്ഞപ്പോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ വീട്ടില് എന്നെ സഹായിക്കാൻ ഒരു കുട്ടി വരുമായിരുന്നു. 10-35 വയസ്സുള്ള ഒരു യുവതിയാണ്. അവളുടെ ഭർത്താവ് ഇതുപോലെ ഭയങ്കര കുടിയനാണ്. അപ്പൊ അവൾക്ക് 2 പിള്ളേരുണ്ട്. ചെറിയ കുട്ടി 1.5 വയസ്സൊക്കെ ഉള്ളൂ. ഇയാള് കുടുംബം നോക്കൂല, കുട്ടികളെ നോക്കൂല, ഭയങ്കര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ. എന്നിട്ട് ഇവള് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അരി സാധനങ്ങളും ഒക്കെ മേടിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കുന്ന സമയമാകുമ്പോ ഈ ഭർത്താവ് എന്ന് പറയുന്ന മാന്യൻ വരും. 4 കാലയിൽ ആടി ആടി കുടിച്ച് ഒരു ബോധവും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവളോട് ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി തട്ടിക്കേറും. ഈ മൂത്ത കുട്ടി 10 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി, ആ കുട്ടീനെ ഉപദ്രവിക്കും, ഇവളെ തല്ലും. ഒരു സൗകര്യം കൊടുക്കില്ല. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചേക്കണ ഭക്ഷണങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയും. ഇവരുടെ വീടെന്ന് വെച്ചാൽ ഒരു പാടത്തിന്റെ വക്കത്തെവിടെയോ ആണ്. മണ്ണെണ്ണ വിളക്കാണ്, ഒരു കുടിലാണ്. എന്നിട്ട് ഇവള് സൗകര്യമില്ലാഞ്ഞിട്ട് രാത്രി ഭക്ഷണവും കഴിക്കാൻ കിട്ടില്ല. രാത്രി ഈ കുട്ടികളെയും ചെറുതിനെയും ഒക്കെ വെച്ച് വലുതിനെയും കൊണ്ട് ഈ പാടവരമ്പത്തോടെ അടുത്തുള്ള വീട്ടിലേക്ക് ഓടി അവിടെ ചെന്നാണ് അഭയം പ്രാപിക്കുന്നത്. അപ്പൊ ഈ കഥകളൊക്കെ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവളോട് പറയും, നീ എന്തിനാ ഈ സാധനത്തിന് ചുമന്നുകൊണ്ട് നടക്കണേ? ഇതിനെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തുകൂടെ എന്ന് ചോദിക്കും. അപ്പൊ അവൾ എന്നോട് പറയാണ്, ചേച്ചി കണ്ണേട്ടൻ എന്ന് പറയുന്ന എൻ്റെ ഈ 2 മക്കളുടെ അച്ഛനല്ലേ, എനിക്ക് അയാളെ ഉപേക്ഷിക്കാനുള്ള മനസ്സില്ലാന്ന്. അപ്പൊ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇത്രയും ടോർച്ചറിങ്ങും സഹിച്ച് ഈ കുടുംബ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ അവള് സഹിക്കുന്ന ത്യാഗങ്ങള് അല്ലെ, അത് ആ വികാരമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പിന്നെ എമ്പതി എന്ന് പറയുന്ന ഒരു വികാരം. എമ്പതി എന്ന് പറയുമ്പോ ഈ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു ഗുണമാണ് അല്ലെ. അതായത് മറ്റൊരാളുടെ ഷൂവില് നമ്മുടെ കാലിട്ട് നിന്ന് അയാളുടെ വികാരങ്ങളും അയാളുടെ ഫീലിങ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണല്ലേ ഈ എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു കുറ്റപ്പെടുത്താൻ പറ്റില്ല. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധ്യമല്ല. അവരെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ഈ കഴിഞ്ഞ ദിവസം അനീസമ്മ ക്ലാസ് എടുത്തപ്പോ പറയണ്ടായിരുന്നു, കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി അയാള് ജീവിച്ചു വളർന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോ നമുക്ക് മറ്റുള്ളവർ അയാളെ ക്രൂരനായിട്ട് കാണുന്ന അതേ കണ്ണുകൊണ്ട് നമുക്ക് അയാളെ മനസ്സിലാക്കി കഴിയുമ്പോ എമ്പതിയോടെ അയാളെ നോക്കുമ്പോ അത്രയും നമുക്ക് ആ വീക്ഷണം നമുക്ക് ഉണ്ടാവൂല. അതിലൊരു വ്യത്യാസം വരും അല്ലെ. അയാളെ ക്രൂരനാക്കിയത് ആ സാഹചര്യങ്ങളാണ് അല്ലെ. അതുപോലെ ചിന്തിക്കുമ്പോ ആ എമ്പതിയോടുകൂടി ചിന്തിക്കുമ്പോ നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ശാലിനി ടീച്ചറുടെ കാര്യം തന്നെ പറയാം. ടീച്ചറുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ,
മഹാവികൃതി എന്ന് വെച്ചാൽ മഹാവികൃതി. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് എങ്ങനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ്. അനുസരണയില്ല, പഠിക്കില്ല, മറ്റുള്ളവരുമായിട്ട് എപ്പോഴും മറ്റു കുട്ടികളുമായിട്ട് എപ്പോഴും വഴക്കൂടും, ഉപദ്രവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇവനെ കൊണ്ട് സ്വൈരം കെട്ട്. അപ്പൊ ഒരു ദിവസം ഈ ശാലിനി ടീച്ചർ അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോനെ നിന്റെ പ്രശ്നം, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ അന്വേഷിച്ച് വന്നപ്പോ അവൻ പറയാണ്, ടീച്ചർ എന്റെ വീട്ടില് എന്റെ അപ്പനും അമ്മയും തമ്മിൽ എപ്പോഴും അടിയും വഴക്കുമാണ്. എന്നോട് അവർക്ക് ഒരു സ്നേഹവും ഇല്ല, എന്നെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമേ ഇല്ല, എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഈ ടീച്ചർക്ക് അവനോട് ഭയങ്കര എമ്പതിയായി. പിന്നെ ടീച്ചർക്ക് അവനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. പിന്നെ അവന് വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും അറ്റൻഷനും കെയറും എല്ലാം ടീച്ചർ അവന് കൊടുക്കും. അപ്പൊ അവനിൽ നല്ല മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ അവൻ ക്ലാസ്സിലെ ലീഡറാണ്, നല്ല മിടുമിടുക്കനായിട്ട് പഠിക്കുന്നു. അപ്പൊ ആ എമ്പതി എന്ന വികാരം ആ കുട്ടിയിൽ ഉണ്ടാക്കിയ മാറ്റം അല്ലെ, അതാണ് ഈ എമ്പതി എന്ന വികാരത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു വികാരം കരുണ. അന്യന്റെ ദുഃഖത്തിൽ അലിവ് തോന്നുകയും അവരെ മനസ്സിലാക്കാനും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനുമുള്ള മനുഷ്യന്റെ കഴിവാണ് ഈ കരുണ എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, ഈ ജനറൽ ഹോസ്പിറ്റലിലുണ്ടല്ലോ, ജനറൽ വാർഡിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഈ വളരെ പാവങ്ങളായ രോഗികളുണ്ടല്ലോ, അയാൾക്ക് ഒരു മനുഷ്യൻ എന്നും ഭക്ഷണപ്പൊതി കൊണ്ടു കൊടുക്കുന്ന ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ആ മനുഷ്യന് മറ്റുള്ള മനുഷ്യരോട് തോന്നുന്ന ആ കരുണ എന്നൊരു വികാരം, അതെന്തൊരു അല്ലെ, ഈ സഹനവും സ്നേഹവും മനുഷ്യത്വവും ഒക്കെ ചേർന്ന മഹനീയമായ ഒരു വികാരമല്ലേ കരുണ. അപ്പോ ഇനി നമുക്ക് ഈ വികാരങ്ങള് സഹാനുഭൂതിയുടെ ശക്തിയും വികാരങ്ങളെ മനസ്സിലാക്കാനും അതിന് അനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുകളൊക്കെ ഉണ്ടാക്കി തരുന്നത് ഈ വികാരങ്ങളാണ് അല്ലെ. ഇനി നമുക്ക് വികാരങ്ങൾക്ക് ആരോഗ്യത്തിൽ ഉള്ള പങ്ക് എന്താണെന്ന് നോക്കാം. മെഡിക്കൽ സയൻസ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് നേരിട്ട് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ കേൾക്കുന്ന പല ക്ലാസ്സുകൾ, മെഡിറ്റേഷൻ, സ്റ്റെഫി മാമൊക്കെ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ പറയാറില്ലേ, സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വളരെ ദുർബലപ്പെടുത്തുന്നതും നമ്മുടെ ആരോഗ്യത്തെ ഫിസിക്കൽ കണ്ടീഷനെ ഒക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒരു വികാരമാണ് അല്ലെ. പക്ഷെ പോസിറ്റീവ് വികാരങ്ങള്, ഈ സന്തോഷം എൻഡോർഫിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യും. അതുപോലെ സ്നേഹം, ഓക്സിറ്റോക്സിൻ എന്ന ഹോർമോൺ, ലവ് ഹോർമോൺ ആണല്ലോ, അത് ഉത്പാദിപ്പിക്കുക. അതൊക്കെ നമുക്ക് ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും വളരെ നല്ല ഹോർമോൺസ് ഒക്കെയാണ് അല്ലെ. അത് ഈ ഹാർവേഡ് മെഡിക്കൽ സ്കൂളിലെ ഒരു പഠനം കാണിക്കുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും, നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ്. ഇനി മാനസിക ആരോഗ്യത്തില് വികാരങ്ങൾക്കുള്ള പങ്ക്, അതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് നോക്കാം. വികാരങ്ങളെ അടിച്ചമർത്തുന്നത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവും. അപ്പൊ ഈ ചെറുപ്പത്തിലെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ള വികാരങ്ങളാണല്ലോ പിൽക്കാലത്ത് ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് ഒക്കെ ആയിട്ട് പുറത്തു വരുന്നത്. അതാണല്ലോ ഇപ്പൊ ഈ സൈക്കോളജിയിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ തെറപ്പികളുണ്ടല്ലോ. അപ്പോ ഈ ഫ്രോയിഡ് പറഞ്ഞേക്കണത് അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് വിൽ നെവർ ഡൈ എന്നാണ്. ദേ ആർ ബറീഡ് അലൈവ് ആൻഡ് വിൽ കം ഫോർത്ത് ലേറ്റർ ഇൻ അഗ്ലിയർ ഫോംസ്. അതായത് പ്രകടിപ്പിക്കാത്ത വികാരങ്ങൾ ഒരിക്കലും മരിക്കില്ല, അത് പിന്നീട് കുഴിച്ചു മൂടപ്പെടുകയും പിന്നീട് വളരെ വികൃതമായ രൂപത്തിൽ പുറത്തു വരികയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അപ്പൊ ഈ മാനസികാരോഗ്യത്തില് വികാരങ്ങൾക്ക് വളരെയധികം പങ്കുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ തന്നെ ഒരു കഥയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷീല. അവള് ഇങ്ങനെ എന്തോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോയി, പിന്നെ കുറെ ടെസ്റ്റുകൾ, ഇന്റർവ്യൂ ഒക്കെ കഴിച്ച് ഡയഗ്നോസ് ഒക്കെ ചെയ്തു കഴിഞ്ഞ് അവസാനം കണ്ടെത്തി അവൾക്ക് ക്യാൻസർ ആണെന്ന്. അവൾ ആകെ പേടിച്ചുപോയി എന്ന് വെച്ചാൽ അവൾക്കും ഇതുപോലെ സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട്. അപ്പൊ ഇവള് എന്ത് ചെയ്ത്, എല്ലാവരും ഇങ്ങനെ പേടിച്ചു പറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കണേന് പകരം ഇവള് ഇതൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇവളുടെ എല്ലാ വികാരങ്ങളും, സങ്കടം, വിഷമം, ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠ ഒക്കെ കൂട്ടുകാരോടും അവളുടെ കുടുംബക്കാരോടും പിന്നെ ഡോക്ടറോടും, പിന്നെ ഇവർക്ക് കുറെ തെറപ്പികൾ കിട്ടുമല്ലോ, ആ തെറപ്പിസ്റ്റുകളോടും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇവൾക്ക് ഒരുപാട് മോട്ടിവേഷൻസ് കിട്ടാൻ തുടങ്ങി. മോട്ടിവേഷണൽ സ്റ്റോറീസ്, അനുഭവ കഥകള്, ഇതൊക്കെ ഇവളുടെ ആറ്റിറ്റ്യൂഡ്, ആ രോഗത്തോടുള്ള സമീപനത്തെ മാറ്റി. അപ്പൊ ഇവള് രോഗത്തോട് നന്നായി പൊരുതി അതിനെ തോൽപ്പിച്ചു. ഇപ്പൊ അവള്
ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടി നല്ല നോർമൽ ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് നമ്മൾ ഈ വികാരങ്ങളെ കുഴിച്ചു മൂടുന്നതിന് പകരം നമ്മൾ അതിനെ ആരോഗ്യകരമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവും. ഇനി ഈ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് കേട്ടിട്ടില്ലേ? ഈ ഡാനിയൽ ഗോട്ട്മാൻ എന്ന് പറയുന്ന ആള് പറയുന്നത്, നമുക്ക് എത്ര ഐക്യം ഉണ്ടായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. നമ്മളെ വിജയിപ്പിക്കുന്ന നമ്മുടെ അടിസ്ഥാന ഗുണമാണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ വികാരങ്ങളെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള നമ്മുടെ കഴിവാണ്. ഈ ഇമോഷണൽ ഇന്റലിജൻസിന് 4 പ്രധാന ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യം തന്നെയാ. ഒന്ന് സെൽഫ് അവയർനെസ്, പിന്നെ ഒന്ന് സെൽഫ് റെഗുലേഷൻ, പിന്നെ മൂന്നാമത്തത് സോഷ്യൽ അവയർനെസ്, പിന്നെ നാലാമത്തത് റിലേഷൻഷിപ്പ് ബിൽഡിങ്. സെൽഫ് അവയർനെസ് എന്ന് പറയുമ്പോൾ ഹു ആം ഐ അല്ലേ? നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ ജോലി അല്ലെങ്കിൽ ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വികാരങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവില്ല. അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. ഈ കഴിവ് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നാൽ നമ്മുടെ 50% ജീവിതം വിജയമായി എന്ന് പറയാം. പിന്നെ ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ വികാരങ്ങളെ റെഗുലേറ്റ് ചെയ്യുക. അതായത് മിതമായ രീതിയിൽ, എവിടെയാണ് കൂടുതലും പാടില്ല കുറവും പാടില്ല, കറക്റ്റായ രീതിയിൽ അത് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഈ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് സോഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത്. സോഷ്യൽ അവയർനെസ് എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുമ്പോൾ നമ്മുടെ റിലേഷൻസ് ഒരുപാട് മെച്ചപ്പെടും അല്ലെ? അപ്പൊ ഈ 3 ക്വാളിറ്റീസ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ നാലാമത്തെ ഈ ഗുണം ഉണ്ടല്ലോ, അതായത് റിലേഷൻഷിപ്പ് ബിൽഡിങ്, ഇത് താനേ നമ്മളിൽ വന്നു ചേരും. അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ അറിയാം, നമ്മുടെ വികാരങ്ങൾ നന്നായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാം, നമ്മളെ പറ്റി നമുക്ക് അറിയാം. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റിലേഷൻസ് മെച്ചപ്പെടും എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ. അത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് സ്പെഷ്യലായിട്ട് പറയാൻ ഉദ്ദേശിക്കുക, അതായത് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ വികാരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. സൈക്കോളജി പഠിച്ചിട്ടുള്ള മിക്കവർക്കും അറിയാവുന്ന ടെക്നിക്കാണ് ഈ റൂളർ ടെക്നിക്ക്. കേട്ടിട്ടുണ്ടോ? ഈ യേൽ യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ ഇമോഷണൽ ഇന്റലിജൻസ് അവിടെ വികസിപ്പിച്ചെടുത്ത ഒരു രീതിയാണ് ഈ റൂളർ ടെക്നിക്ക്. വികാരങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അവയെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും സഹായിക്കുന്നതാണ്. എന്ന റൂളർ ടെക്നിക്ക്, ആ റൂളർ എന്ന് പറയുന്ന പദം, ആ പദത്തിന്റെ ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ R അല്ലേ? R മീൻസ് റെക്കഗ്നൈസിങ് ഇമോഷൻസ്. വികാരങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാവുന്ന മാറ്റങ്ങളിലൂടെ നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയുന്നതാണ് ആദ്യ ഘട്ടം. അതായത് ഇപ്പൊ നമ്മളൊരു പ്രധാനപ്പെട്ട പരീക്ഷ എഴുതാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും, കൈ വിറയ്ക്കും, വയറ്റിൽ ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെടും. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇത് എന്താണ് ഈ വികാരം? നമ്മൾ ആ വികാരത്തെ റെക്കഗ്നൈസ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് എന്താണ് ആ വികാരം. ആരെങ്കിലും ഒന്ന് പറയൂ? ആങ്സൈറ്റി ആണ്. ആങ്സൈറ്റി എന്ന വികാരമാണത്. അതുപോലെ വളരെ കാലത്തിന് ശേഷം നമ്മൾ നമ്മുടെ ഒരു ബാല്യകാല സഖി കാണുകയാണ്, ഒത്തിരി കാലം കൂടി. അപ്പൊ നമ്മുടെ കണ്ണുകളിൽ പുഞ്ചിരി വിരിയും, മനസ്സിൽ ഇങ്ങനെ സന്തോഷം നിറയും. അപ്പൊ ആ വികാരം എന്താണ്? ഹാപ്പിനെസ് അല്ലെ? അങ്ങനെ ഈ ഓരോ വികാരങ്ങളെയും നമ്മൾ തിരിച്ചറിയുന്നതാണ് R കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെക്കഗ്നൈസിങ് ഇമോഷൻസ്. പിന്നെ അടുത്ത ലെറ്റർ എന്താന്ന് നോക്കാം, U. റൂളറിന്റെ RU അല്ലേ? U എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ്. എന്തുകൊണ്ടാണ് ഈ ഇമോഷൻസ് ഉണ്ടാവുന്നത്, അതിന്റെ കാരണം എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സന്ദർഭം ഞാൻ പറയാം. ഞാനിപ്പോ ഓഫീസിൽ വളരെ അത്യാവശ്യമായിട്ട് ഒരു ഡ്രാഫ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് 4 മണിക്ക് വീട്ടിലെത്തിയിട്ട്
മോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകണം, ഡോക്ടർ അപ്പോയിന്റ്മെന്റ് തന്നേക്കണത് 4 മണിയാണ്. അപ്പൊ ഞാൻ നേരത്തെ പെർമിഷനൊക്കെ മേടിച്ചിട്ട് ഈ അത്യാവശ്യമായിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റ് എഴുതി കൊടുത്തിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പൊ ഏകദേശം 4 മണി ആവാറായിട്ടുണ്ട്, 5 മിനിറ്റ് എങ്ങാണ്ട് ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്തോ ഒരു സംശയം വന്നപ്പോ സൂപ്പർവൈസറുടെ അടുത്തേക്ക് അതിനെപ്പറ്റി ചോദിക്കാൻ പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോ ആ എഴുതിക്കൊണ്ടിരുന്ന എന്റെ പേന കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര ദേഷ്യം വന്നു. സമയമില്ല, അതുകൊണ്ട് എനിക്ക് ആ സന്ദർഭത്തിൽ എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ എന്റെ പേന അടുത്ത ടേബിളിലെ വിദ്വാൻ എടുത്തു വെച്ചിരുന്ന് എഴുതുവാണ്. അപ്പൊ എനിക്ക് അവനെ 2 ചീത്ത വിളിക്കാനാ തോന്നിയത്, പക്ഷെ ഞാൻ വിളിക്കുവോ ഇല്ല. അപ്പൊ ഞാൻ അതിന്റെ പ്രത്യാഘാതം എന്താന്ന് മനസ്സിൽ ആലോചിക്കുകയാണ്. അവനെ ചീത്ത വിളിച്ചാൽ അവനെ കൊണ്ട് നാളെ എനിക്ക് ഉപകാരമുള്ളതാണ്, എന്റെ കൊളീഗാണ്. ചീത്ത വിളിച്ച ആ ബന്ധം, ആ സൗഹൃദം നഷ്ടമാവും അല്ലെ. അപ്പൊ ഞാൻ സാവകാശം ഇങ്ങനെ ചിന്തിച്ചിട്ട് അവനോട് പറയും, സുഹൃത്തെ എനിക്ക് വേഗം പോകണം, ഈ പേനയൊന്ന് തന്നെ, ഞാനൊന്ന് എഴുതി തീർത്തിട്ട് പോണ്ടേ, മോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാനുള്ളതാ. അങ്ങനെ ആരോഗ്യകരമായ രീതിയിൽ ആ വികാരത്തെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡിങ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെയാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ലെറ്റർ എല്, ലേബലിംഗ് ഇമോഷൻസ്. വികാരങ്ങൾക്ക് പേര് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് തിരിച്ചറിഞ്ഞ വികാരത്തിന് കൃത്യമായിട്ട് നമ്മൾ ഒരു പേര് നൽകണം. ഇപ്പൊ അത് സന്തോഷമാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, ഭയമാണോ, അത്ഭുതമാണോ എന്നൊക്കെ അതിന് പേര് നൽകണം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഈ കഴിഞ്ഞ ദിവസം അർച്ചന മാം നന്നായിട്ട് ക്ലാസ് എടുത്ത്, അത് കണ്ടപ്പോ എനിക്ക് സന്തോഷം തോന്നുന്നതിന് പകരം എന്റെ മനസ്സിലുള്ളിൽ എവിടെയോ ഒരു നീറ്റല്. അപ്പൊ അതെന്ത് വികാരമാണ്? ആ വികാരത്തെ ഞാൻ ലേബല് ചെയ്യാണ് അല്ലെ. അത് അസൂയ എന്ന് പറയുന്ന വികാരമാണ് അല്ലെ. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഇവിടെ പാഷൻ ഫ്രൂട്ട് കൃഷി നടത്തുന്നുണ്ട്. 1.5 കൊല്ലമായിട്ട് ആ മനുഷ്യൻ അതിന്റെ പുറകെയാ. ചെടി മേടിച്ചു, നട്ടു, നനച്ചു, വളർത്തി, പന്തലിട്ട് കൊടുത്തു. അങ്ങനെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴേ അത് നിറയെ കായിട്ടപ്പോ പുള്ളിക്കാരന് ഭയങ്കര സന്തോഷമായോ, ഇത് വിറ്റ് കുറെ കാശ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നേ. എന്ത് പറ്റി, ഈ കാറ്റും മഴയും ഒക്കെ വന്നില്ലേ, ഈ കായകൾ മൊത്തം പന്തലിടിഞ്ഞു വീണ് കായകൾ മൊത്തം കൊഴിഞ്ഞു പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ വികാരം എന്താണ്? നിരാശ. ആ വികാരത്തിന് നമ്മൾ പേരിടുന്നതാണ് നിരാശ എന്ന്. അതുപോലെ എല്ലാ വികാരങ്ങൾക്കും നമ്മൾ പേരിടുക എന്നുള്ളതാണ് ലേബലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത അക്ഷരം എന്താണ്? ഇ മീൻസ് എക്സ്പ്രസിങ് ഇമോഷൻസ്. അതായത് ഇമോഷൻസിനെ ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്തോഷം വരുമ്പോഴത്തേക്ക് ഹ ഹ ഹ ചിരിക്കുക, അല്ലെങ്കിൽ സങ്കടം വരുമ്പോ ഉറക്കെ കരയുക, ദേഷ്യപ്പെടുമ്പോ പൊട്ടിത്തെറിക്കുക, ഇങ്ങനെയൊന്നുമല്ല വികാരങ്ങള് പ്രകടിപ്പിക്കേണ്ടത്. നമ്മള് ഈ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ട് ആരോഗ്യകരമായ രീതികളുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ സങ്കടം വരുമ്പോൾ നമ്മള് ഒരു ഡയറിയിൽ അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തിനോട് അത് പറയുക അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിലെ ഭാരം കുറയാൻ ഇത് സഹായിക്കും. ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എനിക്ക് എന്ത് വികാരം, എന്ത് ടെൻഷനോ സങ്കടമോ ദേഷ്യമോ ഹാപ്പിയോ എന്ത് വന്നാലും ഞാനത് എന്റെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യും. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പൊ വിഷമമൊക്കെ ആണെങ്കിൽ എന്റെ മനസ്സിലെ ഭാരം അത് കുറയും. പിന്നെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ട ജോലി പുള്ളിക്കാരനായി. പക്ഷെ ഏറ്റവും നല്ലത് ഇങ്ങനെ ഡയറിയിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഡയറി എഴുതി വെക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ നെഗറ്റീവ് വികാരങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ വായിക്കാൻ പാടില്ല. നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയണത് ഒരു മണ്ടനാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു മാം ക്ലാസ് എടുത്തപ്പോ, ജിഷ മാം ക്ലാസ് എടുത്തപ്പോ പറയണത് ഞാൻ കേട്ടു. അതായത് ഈ ബ്രെയിനിന് എന്ത് കൊടുത്താലും അല്ലെ, ഈ പോസിറ്റീവ് കൊടുത്താൽ പോസിറ്റീവായിട്ട് നമ്മളെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് യൂണിവേഴ്സ് അല്ലെ മനസ്സിന്റെ ഒരു കഴിവാണെന്നാണ് പറയുന്നത്. അതുപോലെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് പുറത്തു വരും. അപ്പോ ഈ വികാരങ്ങൾ, അതെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ഈ വികാരങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നതിന് പകരം അവയെ ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് എക്സ്പ്രസിങ് ഇമോഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇമോഷൻസ് നമ്മളെ ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് ദേഷ്യം വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവുക. ഇവിടെ എന്റെ ഒരു കൂട്ടുകാരി എപ്പോഴും ചെയ്യുന്ന കാര്യം, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടുമ്പോ വഴക്കങ്ങ് മൂർധന്യ ദശമാകുമ്പോ പുള്ളിക്കാരി ഒറ്റ ഇറങ്ങിപ്പോക്കങ്ങ് പോകും. അപ്പൊ പിന്നെ നമ്മൾ ആരോട് വഴക്കൂടും? അപ്പൊ ആ വികാരം അങ്ങനെ മാറിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ അല്പം മാറി നിന്ന് കുറച്ച് തണുത്ത വെള്ളം കുടിക്കാം ദേഷ്യം വരുമ്പോ, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, ദീർഘമായി ശ്വാസം എടുക്കുക. ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ടെക്നിക്കാണ്.
പിന്നെ അടുത്ത റെഗുലേറ്റിംഗ് ഇമോഷൻസ്. ഇതും ഇത് തന്നെയാണ്. കൈകാര്യം ചെയ്യാനായിട്ട് വികാരങ്ങളെ മനസ്സിലാക്കി അവയെ നിയന്ത്രിക്കുകയും അവയെ മിതമായ രീതിയിൽ കൈകാര്യം ചെയ്യും. ഇപ്പൊ കൂടുതലുള്ള വികാരത്തെ കുറച്ച് ആരോഗ്യകരമായി പ്രകടിപ്പിക്കണം. അതുപോലെ തന്നെ കുറവുള്ള വികാരങ്ങൾ ഉണ്ടാവും അല്ലെ. നമുക്ക് ഈ ഡിപ്രഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആകെ ഡൗൺ ആയി പോകും. അപ്പൊ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനെ കുറച്ച് കൂട്ടി ഉണർത്തിയെടുക്കേണ്ട ആവശ്യം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് മോട്ടിവേഷണൽ സ്റ്റോറീസ് കേൾക്കണം. അതുപോലെ തന്നെ ഈ മ്യൂസിക് ഒരു നല്ല ടെക്നിക്കാണ് നമ്മുടെ വികാരങ്ങളെ ഉണർത്താനായിട്ടുള്ളത്. അപ്പൊ അത് ചെയ്യുക. ദേഷ്യം വരുമ്പോൾ ഞാൻ യൂട്യൂബിൽ എവിടെയോ കണ്ട ഒരു വീഡിയോ ആണ്. ദേഷ്യം വരുമ്പോൾ ആദ്യം വരുന്ന വികാരം അത് പറയാൻ പാടില്ല, വിഴുങ്ങണം. രണ്ടാമത് വരുന്നത് അതും പറയാൻ പാടില്ല. മൂന്നാമത് വരുന്നത് പോസിറ്റീവായ രീതിയിൽ പ്രകടിപ്പിക്കണം. ഈ ചിത്രകാരന്മാരൊക്കെ നമ്മളെ ഈ ദുഃഖവും സങ്കടവും എല്ലാം പ്രകടിപ്പിക്കുന്നത് വരയിലൂടെയും എഴുത്തിലൂടെയൊക്കെ അല്ലേ. അത് പോസിറ്റീവായിട്ട് അവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ള ഒരു രീതിയാണ്. അപ്പൊ എന്റെ സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു അല്ലെ. ഈ റൂളർ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വൈകാരികമായ ആരോഗ്യം മെച്ചപ്പെടുത്തും, മറ്റുള്ളവരുമായി ഉള്ള ബന്ധം ശക്തിപ്പെടുത്തും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സഹായിക്കും. പിന്നെ ഇതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഈ മൈൻഡ്ഫുൾനെസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുക അല്ലെ. വികാരങ്ങളെ വിലയിരുത്താതെ അതിനെ നിരീക്ഷിക്കുക. പിന്നെ ജേർണലിങ്, ഡയറി എഴുതുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വികാരങ്ങളെ, പോസിറ്റീവ് നെഗറ്റീവ് ആയ വികാരങ്ങളെ എഴുതി അതിനെ എക്സ്പ്രസ് ചെയ്ത് കൊണ്ടുപോകുന്ന ടെക്നിക്കാണ് ജേർണലിങ്. പിന്നെ എക്സർസൈസ്, വ്യായാമം ചെയ്യുക. അത് സ്ട്രെസ് കുറയ്ക്കും, എൻഡോർഫിൻ കൂട്ടും. പിന്നെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. വികാരങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് ആശ്വാസം നൽകും. അവസാനമായി ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. വികാരങ്ങൾ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് ജീവിതത്തിന് നിറം പകരുന്നു, നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നു. വികാരങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ജീവിതം ശരിക്കും ഒരു യന്ത്ര തുല്യമായി മാറുമായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വികാരങ്ങൾ, നമ്മുടെ ഓരോ ഘട്ടത്തിലും വികാരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മെ സന്തോഷിപ്പിക്കും, ചിരിപ്പിക്കും, കരയിപ്പിക്കും, വേദനിപ്പിക്കും, പഠിപ്പിക്കും, വളർത്തും. അപ്പൊ വികാരങ്ങളെ നമ്മൾ അനുഗ്രഹമായി കാണണം. ഒരിക്കലും ഭയക്കരുത്, അതിനെ അടിച്ചമർത്താൻ നോക്കരുത്. മനസ്സിലാക്കാനും ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും പഠിക്കുക. നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളാക്കാൻ അത് സഹായിക്കും. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ബന്ധങ്ങൾ, ദൃഢതയും ഊഷ്മളതയും ഉള്ള ബന്ധങ്ങൾ ലഭിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്ര സമയം എൻ്റെ വാക്കുകൾ ക്ഷമയോടെ ശ്രവിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ കേൾക്കാൻ റെഡിയാണ്. താങ്ക് യു. താങ്ക് യു മാം. അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. ടൈം പോയതേ അറിഞ്ഞില്ല. അതെ അതെ തീർച്ചയായും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഭയങ്കര മാമിന്റെ ഈച്ച് ആൻഡ് എവറി വേർഡ്സ് ഭയങ്കര ഇമ്പാക്ട് നമുക്കുള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷം. സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള മാമിന്റെ ആ എനർജറ്റിക് ആയിട്ടുള്ള സംസാരം ഒക്കെ ഭയങ്കര, ഞങ്ങൾക്കൊക്കെ ശരിക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു കേട്ടാ. അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു. എന്റെ മോളെ എണീച്ചു. അവളെ എണീച്ചാ എനിക്ക് പിന്നെ ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. അതാണ്. ഓക്കെ, രജന മാം പറഞ്ഞോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടാ. സെഷൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. സെഷൻ വളരെ എനർജറ്റിക് ആയിരുന്നു. പിന്നെ മല പോലെ കോർത്തിണക്കിക്കൊണ്ട് അത് അനുഭവത്തിലൂടെ അത് പറഞ്ഞു തന്നപ്പോൾ കുറച്ചും കൂടെ നല്ല വിജ്ഞാനം പകരുന്നതായിരുന്നു. വളരെ നല്ലൊരു സെഷൻ, നല്ല എനർജറ്റിക് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു. താങ്ക് യു എല്ലാം. താങ്ക് യു മാം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണല്ലോ എനർജി. എന്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, അപ്പൊ എനിക്ക് അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതുപോലുള്ള ഫീഡ്ബാക്കുകൾ, നെഗറ്റീവും പറയാട്ടോ, എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും ഈ ഫൈസൽ സാറിന്റെ ക്ലാസ്സിലുണ്ടല്ലോ ഈ ഫീഡ്ബാക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. സാർ ഇങ്ങനെ നമ്മുടെ പോസിറ്റീവ് സൈഡ് പറഞ്ഞിട്ട് പിന്നെ അവസാനം നമ്മൾക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നല്ല നൈസായിട്ട് പറഞ്ഞു തരും. അത് എന്നിട്ടുണ്ട്. അപ്പൊ ഞാന് എല്ലാവരുടെയും ഫീഡ്ബാക്കുകൾക്ക് ഒത്തിരി വില കൊടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അതെനിക്ക് ഒത്തിരി ഊർജം തരും. താങ്ക് യു.
മാം ഫസ്റ്റ് ടൈം എടുക്കുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ മാം. അടിപൊളി ക്ലാസ് ആയിരുന്നു. സൂപ്പർ. ഓക്കെ, താങ്ക് യു. മാഡം ഫസ്റ്റ് ക്ലാസ് ആണെന്ന് ഒരിക്കലും പറയില്ല. വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യം അപ്പൊ ഇതിലും എത്രയോ മെച്ചമാകും. അപ്പൊ അത് നന്നായിരിക്കട്ടെ. താങ്ക് യു ഷോണ. അല്ല, എനിക്ക് ഇനി 1 മണിക്കൂർ ഉള്ള സെക്ഷൻ ബാക്കി കിടക്കുകയാണ്, അതിലേക്ക് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഈ ഫീഡ്ബാക്കുകളൊക്കെ ഞാൻ ഒത്തിരി അതെ, എനിക്ക് ഒത്തിരി ഹെൽപ്പ് ആവും എന്റെ കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ. ഓൾ ദ വെരി ബെസ്റ്റ് മാം. നിങ്ങളാണല്ലോ ശക്തി. ഓക്കെ. അപ്പോ ഇനി ആർക്കൊന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഇനി എല്ലാവരും ഫീഡ്ബാക്കുകളൊക്കെ ഗ്രൂപ്പിൽ അറിയിക്കാം. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാ ഗ്രൂപ്പില്. അതെ അതെ അതെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു വലിയ താങ്ക്സ് കേട്ടോ.